മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട എറണാകുളം ജില്ലയിൽ പാമ്പാക്കുടയ്ക്കടുത്ത് ഊരമന ഗലീലക്കുന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് വേണ്ടി വികാരി തളിയച്ചിറ ടി പി കുര്യനച്ചൻ്റെ ഒരഭ്യർത്ഥന. പൗരാണികവും കാലം ചെയ്ത കാതോലിക്ക ബാവ പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിയാൽ സ്ഥാപിക്കപ്പെട്ടതുമായ ഊരമന ഗലീലക്കുന്ന് മർത്തമറിയം ഓർത്തഡോക്സ് പള്ളി മലങ്കര സഭയിലെ കക്ഷി വഴക്കിനെ തുടർന്ന് 1977 മുതൽ പൂട്ടിക്കിടക്കുന്നു. പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിയാൽ നിർമ്മിച്ച ദേവാലയം ജീർണാവസ്ഥയിൽ. പള്ളിയുടെ സ്ഥലം ഇപ്പോഴും തർക്കഭൂമിയായി കിടക്കുന്നതിനാൽ കഴിഞ്ഞ 34 വർഷത്തിലധികമായി ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ദിവംഗതനായ ബഹുമാനപ്പെട്ട മേപ്പനാൽ ഗീവർഗീസ് കശീശയുടെയും അന്നത്തെ ഭദ്രാസന മെത്രാപ്പോലിത്ത ഭാഗ്യ സ്മരണാർഹനായ അഭിവന്യ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെയും ശ്രമഫലമായി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ മലങ്കരയിലെ ആദ്യത്തെ കാതോലിക്കറ്റ് സെൻറ്റർ 1978 സ്ഥാപിച്ച് ആരാധന നടത്തി വരുന്നു. ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻറ്റ് തോമസ് കാതോലിക്കറ്റ് സെൻറ്റർ 1978 മുതൽ ഇന്നുവരെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ കെട്ടിടമായ ഈ കാതോലിക്ക സെൻറ്ററിലാണ് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് വേണ്ടി ആരാധന നടത്തി വരുന്നത്. 30-35 പേർക്ക് മാത്രമേ ഇവിടെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ സൗകര്യമുള്ളൂ. Amen.
മുറ്റത്തും വരാന്തയിലും നിന്നാണ് ഭക്തജനങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് ഈ കാതോലിക്കറ്റ് സെൻറ്ററും ജീർണാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ ദേവാലയം പണിയുന്നതിനാഗ്രഹിച്ച് മാതൃദേവാലയത്തിനോട് ചേർന്ന് 32 സെൻറ് ഭൂമി സഭാപിതാക്കന്മാരുടെ പേരിൽ തീറുവാങ്ങി എടവക മെത്രാപ്പോലീത്ത അഭിവന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനി കല്ലിട്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി. ദേവാലയ നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ നിലയിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കർഷകരും ശ്ലീബാദാസ സമൂഹത്തിൽ പെട്ടവരുമായ ഇടവാംഗങ്ങളെ കൊണ്ട് തന്നെ ഈ ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ പണം കണ്ടെത്തുക പ്രയാസമാണ്. പ്രശ്നബാധിത പ്രദേശമായ ഇവിടെ നിന്നും ഇനി കാര്യമായ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ ഒരു മാർഗവും കാണുന്നില്ല. ഊരമന ഗലീലക്കുന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ പഴയ പള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുകയുണ്ടായല്ലോ. അതിന് ശേഷം അവിടെ ആരാധന കക്ഷിവഴക്കിനെ തുടർന്ന് 1977 നിന്നുപോയപ്പോൾ 78 മലങ്കരയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിലുള്ള കാതോലിക്കറ്റ് സെൻറ്ററിലാണ് ആരാധന നടന്ന് വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആരാധന നടന്നു വരുന്ന കാതോലിക്കറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ പുറമേന്ന് നോക്കിയ ഒരു വീട് പോലെ ഇരിക്കും. അകത്ത് സൗകര്യങ്ങൾ വളരെ കുറവ് എന്ന് ഇവിടെ വന്ന് കണ്ട് ബോധ്യമാകുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒരു 25-30 പേർക്കും നിന്ന് ആരാധിക്കാം. കുരിശ് വരച്ച് കുമ്പിടണമെങ്കിൽ 15 പേരിൽ കൂടുതൽ സാധിക്കുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ആരാധന നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും പലപ്പോഴും എല്ലാവർക്കും ദേവാലയത്തിൻ്റെ ഉള്ളിലോ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടോ നടത്തുവാൻ സ്ഥലസൗകര്യം ഒരു തരത്തിലും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ വസ്തുതയാണ്. ഇതിനെ മുൻനിർത്തിക്കൊണ്ട് പഴയ ദേവാലയത്തിൻ്റെ അടുത്ത് ചെന്ന് 32 സെൻറ് സ്ഥലം വാങ്ങി കല്ലിട്ട് പണി ആരംഭിച്ച വിവരവും അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ വിവരവും മുൻപേ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. 20,000 ക്യൂബിക് അടി സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി അതിൻ്റെ ഇടയ്ക്ക് 4 ബെൽറ്റുകൾ തീർത്ത് അങ്ങ് താഴെ നിന്നുമുള്ള 48 പില്ലേഴ്സ് ഉയർത്തി തറയുടെ ലെവൽ വരെയും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിക്ഷേപിച്ച് ഏതാണ്ട് നിറച്ചിരിക്കുകയും ആകും. Kyrie
തറയ്ക്ക് ശേഷമുള്ള പണികളുടെ ആവശ്യത്തിന് വേണ്ടി തടിയുടെ ആവശ്യത്തിലേക്ക് തൊട്ടടുത്തുള്ള മണ്ണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തടി ഇടപാട് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ ആവശ്യത്തിനുള്ള ഉരുപ്പടികൾ ആക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണത്തിന് വിധേയപ്പെടുകയാണ്. ഇനി മുകളിലേക്കുള്ള പണി എന്ന് പറയുമ്പോൾ 3500 സ്ക്വയർ ഫീറ്റിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഈ ദേവാലയം കൈവശമുണ്ടായിരുന്ന സാമ്പത്തികം മിക്കവാറുമൊക്കെ തീർന്നൊരല്പം ബാധ്യതയിലാണ്. ഇടവക്കാരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി മലങ്കര സഭ മക്കളായ എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥനാപൂർവം സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ ഈ ഇടവകയ്ക്ക് അത് വളരെ ഒരു സഹായകരമായിരിക്കും. മലങ്കര സഭയിൽ ആദ്യമായി പൂട്ടപ്പെട്ട കക്ഷിവടക്കിനെ തുടർന്ന് പൂട്ടപ്പെട്ട ദേവാലയം, അതിനെ തുടർന്ന് ആദ്യമായി മലങ്കര സഭയിൽ സ്ഥാപിക്കപ്പെട്ട കാതോലിക്ക സെൻറ്റർ, ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കാതോലിക്കേറ്റ് സെൻറ്റിനറിയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. പ്രശ്നബാധിത പ്രദേശമായ ഈ സ്ഥലത്ത് സാമ്പത്തികമായിട്ടും മറ്റും പ്രയാസമനുഭവിക്കുന്ന കർഷകരും ശ്രീപാദാസ സമൂഹ അംഗങ്ങളും അടക്കമുള്ള ആളുകളെ കൊണ്ട് ചെയ്യാവുന്നത് ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്നും അവരുടെ പ്രാർത്ഥനയും അവരാൽ കഴിയുന്ന സഹായവും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും അതുകൊണ്ട് പണി പൂർത്തീകരിക്കുവാനായിട്ട് ഒരു തരത്തിലും സാധിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധ നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ 50 ദിവസത്തെ നോമ്പ് എടുക്കുന്നതായ സന്ദർഭത്തിൽ ഈ ഊരമന ഇടവകയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. 40 ദിവസം ഉപവാസം എടുക്കുമ്പോൾ അതിൽ നിന്നും മിച്ചം പിടിക്കുന്നതായ തുകകൾ കൂടി ഈ കാര്യത്തിലേക്ക് പ്രയോജനപ്പെടുത്തുവാൻ അയച്ചു തരുന്നത് ഉചിതമായിരിക്കും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 2, നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ സംഭാവനകൾ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇടവാംഗങ്ങളുടെ സംഭാവനകൾ ഇവിടെ ലഭിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യുക. 3, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ അയൽവക്കത്തും ബന്ധങ്ങളിലും ബന്ധുതകളിലും ഒക്കെ ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്നത് അനുസരിച്ചുള്ള സഹായം ഈ കാര്യത്തിലേക്ക് ചെയ്യുക. ഊരമന ഇടവകയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയും ഞങ്ങളുടെ തന്നെ വെബ്സൈറ്റിൽ ക്രമീകരിച്ചിട്ടുള്ളത് കാണുമല്ലോ. പ്ലാൻ അനുസരിച്ച് ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്: സെൻഡ് യുവർ ഡൊണേഷൻസ് ടു ദ ഫോളോയിങ് അക്കൗണ്ട് ഓർ അഡ്രസ്. അക്കൗണ്ട്: ഗലീലക്കുന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, യൂണിയൻ ബാങ്ക്, ഊരമന, എറണാകുളം ഡിസ്ട്രിക്ട്. പിൻ നമ്പർ 686663. ചർച്ച് അക്കൗണ്ട് നമ്പർ 45820100433661. IFSC കോഡ് UBIN 0545848. സ്വിഫ്റ്റ് കോഡ് UBIN INBBKCH. അഡ്രസ്: ഫാദർ TP കുര്യൻ, തളിയേച്ചിറ, വികാർ, ഗലീലക്കുന്ന് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, ഊരമന PO, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള സ്റ്റേറ്റ്, ഇന്ത്യ 686663. മൊബൈൽ നമ്പർ 9496120797. ഇമെയിൽ ID FRTPKURI
en@yahoo.com. ഇത്രയും കേട്ടതിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു സഹായം നിങ്ങളിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആയതിലേക്ക് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.